നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളെ വേദനിപ്പിച്ചത് ഈ വ്യക്തിക്ക് വളരെയധികം തിരിച്ചടിയായിരിക്കുന്നു. ഈ വ്യക്തിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിത്തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടോ? ഈ വ്യക്തിക്ക് വേദനകൾ ഉണ്ടോ? വിഷമിക്കുന്നുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ചതിന് ഈ വ്യക്തിക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ടോ? ഈ വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടോ? അതിനുള്ള അവസരങ്ങൾ വരുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ മറഞ്ഞു കിടക്കുന്ന ശത്രു. മറഞ്ഞു കിടക്കുന്ന ശത്രു എന്ന് പറയുന്നത് അത്ര നിസാരമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ മറഞ്ഞു കിടന്ന ശത്രുവിലൂടെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയെ പല രീതിയിലും പല തന്ത്രങ്ങൾ ഉപയോഗിച്ചും മോശപ്പെട്ട വഴിയിലൂടെ നടത്തിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പലതും വിജയിച്ചിട്ടുമുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴോ തേർഡ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഊർജത്തിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ ചേർത്ത് വെക്കാൻ പല വിധത്തിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മൽപ്പിടുത്ത യുദ്ധത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തേർഡ് പാർട്ടി നിൽക്കുന്നുണ്ട്, മറഞ്ഞു കിടക്കുന്ന ഒരു ശത്രുവാണത്. മറുഭാഗത്ത് നിങ്ങളും നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയവും. ഇവിടെ ഏത് തിരഞ്ഞെടുക്കണമെന്നും ആരെ അനുസരിക്കണമെന്നുമുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ തൻ്റെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ തേർഡ് പാർട്ടിയോട് കൂടെ ചേർന്ന് നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അവരുമായി ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും തേർഡ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. ഈ വ്യക്തിയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ വേണ്ടി നിങ്ങളെ മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, നിങ്ങളോട് മാത്രമാണ് താല്പര്യം ഉണ്ടായിരുന്നതും. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ എങ്ങനെയെങ്കിലും കളഞ്ഞാൽ മതി എന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങളെ കൂടെ ചേർക്കുന്നതാണ് ബുദ്ധിയെന്നും നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ് നല്ലതെന്നുമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് നന്നായി ഉണ്ട്. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും സോളുകൾ തമ്മിൽ, അതായത് ആത്മാക്കൾ തമ്മിൽ അത്രയും അധികം സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കണക്ഷനെയാണ് നമ്മൾക്ക് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുവാൻ സാധിക്കുന്നത്. അത് സൗഹൃദങ്ങളിലും വരാം, പ്രണയങ്ങളിലും വരാം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും വരാം. ഇവിടെ നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ടവരായിട്ടാണ് കാണപ്പെടുന്നത്. ഒരുമിച്ച് കുട്ടികളുമൊക്കെയായി നല്ലൊരു കുടുംബമായി ജീവിക്കേണ്ട ഒരു പ്രതിനിധിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും മോശ സമയത്ത് ഏതൊരു വ്യക്തിക്കും തെറ്റുകൾ പറ്റുമെന്ന് പറയുന്നത് പോലെ ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ പലതും തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കൂട്ടലുകൾ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും പദ്ധതികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോകുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം അവിടെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പലതരത്തിലുള്ള ബന്ധങ്ങളും വന്നു ചേർന്നത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയുടെ
മനസ്സ് പതറിപ്പോയി അല്ലെങ്കിൽ പേടിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ മാലാഖമാരുടെ ഊർജം വളരെ നന്നായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മാലാഖമാർ തന്നെയാണ് വളരെ മനോഹരമായി ഈ പ്രണയബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻകൈ എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ പല മാലാഖമാരുടെയും സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ മാറ്റുകയും നിങ്ങൾക്കിടയിൽ വന്നു ചേർന്നിട്ടുള്ള തേർഡ് പാർട്ടിയെ പൂർണ്ണമായും തുരത്തി പുറത്ത് ചാടിക്കുന്ന രീതിയിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ലക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ കൃത്യമായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലാണെങ്കിലും മറ്റേത് തരത്തിൽ നിൽക്കുകയാണെങ്കിലും രണ്ടുപേരുടെയും മനസ്സിലും ചിന്തകളിലും പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളിലും തന്നെയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് നേരെ നിറയെ സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നും ഈ വ്യക്തി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ വളരെ അഹങ്കാരിയായിട്ടൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. അത് തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് എടുത്തു ചാടിയിട്ടുള്ള പല അബദ്ധങ്ങളിലേക്കും വിഡ്ഢിത്തരങ്ങളും ആയിട്ടാണ് അങ്ങനെയെല്ലാം പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചതിന് ഏറ്റവും നല്ലൊരു ശിക്ഷയും തിരിച്ചടിയും തന്നെയാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പല തിരിച്ചടികളും തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാരിലേക്കും പോകാതിരിക്കുവാൻ വേണ്ടി സ്വന്തമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ടും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടും എങ്ങും തട്ടാതെ തുളുമ്പി പോകാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നഷ്ടം തന്നെ ആയിരിക്കും എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നേർക്ക് നേർ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തെയും എങ്ങനെ ബുദ്ധിപരമായി നേരിടാം, എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഈ പ്രണയബന്ധം ഒന്നിപ്പിക്കണമെന്നും ഈ പ്രണയബന്ധം സഫലീകരിക്കണമെന്നും തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ മനോഹരമായി കാണുവാൻ സാധിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പോലും അത് അത്രയും നിങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഇടയിൽ വന്നിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അവരെ ഓരോരുത്തരെയും പുറത്തേക്ക് കളയുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരേപോലെയുള്ള പ്രണയം ഒരേ ത്രാസിൽ തന്നെ തൂക്കിക്കൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് നിലനിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും വെറുപ്പില്ല എന്നും നിങ്ങളെ എന്നേക്കുമായി സ്വന്തമാക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നുമാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രപഞ്ചശക്തി ഇതിനോടകം പലതരത്തിലുള്ള അടയാളങ്ങളും തിരിച്ചടികളും ഈ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞു. അതിലൂടെ ഈ വ്യക്തി ഏറ്റവും വലിയ പാഠങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. ഒരിക്കലും വഞ്ചിക്കരുത്, സ്നേഹിച്ചുകൊണ്ട് കൊതിപ്പിക്കരുത്. ശത്രുക്കളുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട അവസ്ഥ തന്നെയാകും വിധി. ഇത്തരം തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ തിരിച്ചറിവുകളിലേക്കും പുതിയ തീരുമാനങ്ങളിലേക്കും നിങ്ങളുടെ വ്യക്തി വരട്ടെ. അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടും സന്തോഷകരമായിട്ടും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.